ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അക്യൂസിറ്റോറിയൽ ആൻഡ് ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റംസ് ആണ്. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും ഒന്നുകിൽ അക്യൂസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് നിയമം എപ്രകാരമാണ് ഫങ്ഷനിങ് ചെയ്യുന്നത്. ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ഒഫൻസോ നടന്നാൽ എങ്ങനെയാണ് പ്രതിയെ പിടിക്കുന്നത്, പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ കോടതി എന്തൊക്കെയാണ് ചെയ്യുന്നത്, കോടതി ജസ്റ്റ് ജഡ്ജ്മെന്റ് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലീഗൽ സിസ്റ്റം. ഓരോ കൺട്രീസും ഡിഫറെന്റ് ആയിട്ടുള്ള ലീഗൽ സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആകെ മൊത്തം നമുക്ക് ലോകത്തുള്ള ഏതൊരു കൺട്രി എടുത്ത് നോക്കിയാലും ഒന്നുകിൽ അക്യൂസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രി ആയിരിക്കും. ഇന്ത്യ പോലുള്ള കൺട്രീസിൽ അക്യൂസിറ്റോറിയൽ ഫോം ആണ് ഫോളോ ചെയ്യുന്നത്. ഫ്രാൻസ് പോലുള്ള കൺട്രി നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആദ്യം എന്താണ് അക്യൂസിറ്റോറിയൽ, എന്താണ് ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റംസ് നോക്കേണ്ടതായിട്ടുണ്ട്. മൊത്തത്തില് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അക്യൂസിറ്റോറിയൽ ആൻഡ് ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റംസ്. അക്യൂസിറ്റോറിയൽ ലീഗൽ സിസ്റ്റത്തിനെ അഡ്വേഴ്സറിയൽ ലീഗൽ സിസ്റ്റം എന്ന് പറയപ്പെടാറുണ്ട്. എന്താണ് അക്യൂസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പോലീസ് ആയിരിക്കും. അതിനുശേഷം മാത്രമേ ജുഡീഷ്യറിയുടെ മുമ്പിലോട്ട് ആ കേസ് വരുള്ളൂ. ഇൻ ദിസ് അക്യൂസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം ജുഡീഷ്യറി ചെയ്യുന്നത് ഒരു പാസീവ് റോളാണ്, വിച്ച് മീൻസ് അവരുടെ മുമ്പിൽ വരുന്നത് എന്താണോ അതിനനുസരിച്ച് ജഡ്ജ്മെന്റ് കൊടുക്കും. ഇത്ര മാത്രമേ ജുഡീഷ്യറി ചെയ്യുന്നുള്ളൂ. പോലീസ് എന്താണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നത്, പാർട്ടീസ് എന്തൊക്കെയാണോ കോടതിയിൽ അവതരിപ്പിക്കുന്നത്, വക്കീലന്മാർ എന്തൊക്കെയാണോ പറയുന്നത്, ഈ തെളിവുകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിന്റെ ബേസിസിൽ ഒരു ഡിസിഷൻ കോടതി കൊടുക്കും. ഇതാണ് അക്യൂസിറ്റോറിയൽ ലീഗൽ സിസ്റ്റത്തിന്റെ അത് നടക്കുക. ജുഡീഷ്യറിയുടെ റോൾ എന്ന് പറയുന്നത് ഒരു പാസീവ് നേച്ചർ ആണ്, വിച്ച് മീൻസ് ഇവരുടേതായ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇടപെടലുകളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദി അഡ്വേഴ്സറിയൽ സിസ്റ്റം, ഓൾസോ നോൺ ആസ് ദി അക്യൂസിറ്റോറിയൽ സിസ്റ്റം, ഇസ് എ ജുഡീഷ്യൽ ഫ്രെയിംവർക്ക് where two opposing parties, the prosecution and the defense, present their cases. അവരായിരിക്കും കേസ് പ്രസന്റ് ചെയ്യുക ബിഫോർ എ ന്യൂട്രൽ ജഡ്ജ്. ദി ജഡ്ജ് ആക്ട്സ് ആസ് എൻ അമ്പയർ. ജഡ്ജ് ഒരു അമ്പയർ ആയിട്ട് മാത്രമേ ഇരിക്കുള്ളൂ അവിടെ. അല്ലാതെ ഇടയിൽ വന്ന് പരിശോധിക്കാനോ അതെന്താണ് അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. എൻഷുവേഴ്സ് ദാറ്റ് ദി ട്രയൽ അദേഴ്സ് ടു ദി ലീഗൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. അവിടെ നടക്കുന്നത് ലീഗൽ റൂൾസ് പ്രൊസീജിയർ വെച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലോട്ടാണ് ജഡ്ജ് എത്താൻ ശ്രമിക്കുന്നത്. ബട്ട് ഇറ്റ് ഇസ് പ്രൈമർലി അപ് ടു ദി പാർട്ടീസ് ഇൻവോൾവ്ഡ് ടു ഗ്യാദർ എവിഡൻസ്. പാർട്ടീസ് വേണം എവിഡൻസ് ഹാജരാക്കാൻ, പ്രസന്റ് ദിയർ ആർഗ്യുമെന്റ്സ്, അവർ വേണം അവരുടെ ആർഗ്യുമെന്റ്സ് പറയാൻ, ആൻഡ് ക്രോസ് എക്സാമിൻ വിറ്റ്നസ്. സാക്ഷികളെ വിസ്തരിക്കേണ്ടതൊക്കെ ആരാണ്? കക്ഷികളാണ്, അവരുടെ വക്കീലന്മാരാണ്, അല്ലാതെ ജഡ്ജ് അല്ല. ദിസ് സിസ്റ്റം ഇസ് റൂട്ടഡ് ഇൻ ദി ബിലീഫ് that the truth emerges from the competition between the parties. ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും സത്യം കൊണ്ടുവരേണ്ടത് ആരൊക്കെയാണ്? കുറ്റവാളിയും കുറ്റം ആരോപിക്കുന്ന ആളും തമ്മിലുള്ള കോമ്പറ്റീഷനിലൂടെ വേണം എപ്പോഴും സത്യം വരാൻ. ഞാൻ ഒരാൾക്കെതിരെ എന്നെ അടിച്ചു എന്ന പരാതി കൊടുക്കുമ്പോൾ ഞാൻ അത് അടിച്ചു എന്ന് തെളിയിക്കണം, അയാൾ അടിച്ചിട്ടില്ല എന്ന് തെളിയിക്കണം. ജഡ്ജിന് എന്താണോ, നമ്മൾ രണ്ടുപേരും തെളിവുകൾ ഹാജരാക്കും, ജഡ്ജിന് എന്താണോ ആ തെളിവുകളുടെ ബേസിസിൽ തോന്നുന്നത് അതായിരിക്കും ജഡ്ജ്മെന്റിൽ അവസാനം കൊടുക്കുക. അപ്പൊ അഡ്വൈസറി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ജഡ്ജ് ആക്ടിങ് ലൈക്ക് ആൻ അമ്പയർ, അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും നിൽക്കുക. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മറിച്ച് ആരായിരിക്കും? അവിടെയുള്ള പ്രോസിക്യൂഷനും ഡിഫൻസ് വക്കീലുമാരായിരിക്കും അവിടുത്തെ ആർഗ്യുമെന്റ്സും കാര്യങ്ങളും നടത്തുക. കീ പ്രിൻസിപ്പിൾസ് ഓഫ് ദി അഡ്വേഴ്സറിയൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ സിസ്റ്റത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെർസംഷൻ ഓഫ് ഇന്നസെൻസ്. അതായത് അക്യൂസിറ്റോറിയൽ സിസ്റ്റത്തിന്റെ അകത്ത് ഇൻ ക്രിമിനൽ ട്രയൽസ് ദി അക്യൂസ്ഡ് ഇസ് പെർസ്യൂംഡ് ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. അതായത് ഒരാൾ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും ഒരാൾ ഇന്നസെന്റ് ആയിരിക്കും. അതായത് ഒരു കേസിന് പ്രതിയാക്കപ്പെട്ടു അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. കേസ് കഴിഞ്ഞ് കോടതി പറയണം അയാൾ തെറ്റുകാരനാണ്, കൺവിക്റ്റ് ആണെന്ന്. എങ്ങനെ പറയുന്നത് വരെയും
അയാൾ ഇന്നസെന്റ് ആയിരിക്കും. ഇതാണ് പെർസെപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് മേജർ ആയിട്ടുള്ള ഒരു രീതിയാണ് പെർസെപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും അയാൾ ഇന്നസെന്റ് ആയിരിക്കും. റോൾ ഓഫ് ദി ജഡ്ജ്. ജഡ്ജിന്റെ റോൾ എങ്ങനെയായിരിക്കും? ദി ജഡ്ജ് പ്ലേസ് എ പാസീവ് റോൾ എൻഷുറിംഗ് ദാറ്റ് ദി ട്രയൽ ഫോളോസ് ഡ്യൂ. ദി ജഡ്ജ് ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദി കളക്ഷൻ ഓഫ് എവിഡൻസ്. ജഡ്ജിനൊരു പാസീവ് റോൾ ആയിരിക്കും. അതായത് എന്ത് ചെയ്യുന്നില്ല, ജഡ്ജിമാരെ ഇറങ്ങി കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് വന്നിട്ടുള്ള എൻക്വയറിയും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ജഡ്ജ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളെ പോലെ സൈഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ കാണും, എവിഡൻസ് ഒക്കെ പരിശോധിക്കും. അല്ലാതെ എവിഡൻസിന്റെ അകത്തോട്ട് ഇന്റർഫിയർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ജഡ്ജിമാർ വരില്ല. ബർഡൻ ഓഫ് പ്രൂഫ്. ദി പ്രോസിക്യൂഷൻ ബെയർസ് ദി ബർഡൻ ഓഫ് പ്രൂവിംഗ് ദി അക്യൂസ്ഡ് ഗിൽറ്റ്. പ്രോസിക്യൂഷൻ വേണം എപ്പോഴും കുറ്റം ആരോപിക്കുന്ന ആള് വേണം എന്ത് ചെയ്യാൻ, ആരോപിക്കപ്പെടുന്ന ആളുടെ ഗിൽറ്റി പ്രൂവ് ചെയ്യാൻ. പ്രോസിക്യൂഷൻ ആയിരിക്കും എപ്പോഴും അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ ഗിൽറ്റി പ്രൂവ് ചെയ്യേണ്ടത്. ഈ സിസ്റ്റത്തിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ പറയപ്പെട്ട മൂന്നെണ്ണവും. ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് നോക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിലായിട്ടാണ് ആദ്യമായിട്ട് അഡ്വേഴ്സറിയൽ സിസ്റ്റം വരുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ ഒരു കൊളോണിയൽ രാജ്യമായിരുന്നു. ബ്രിട്ടൻ കൊളോണിയവൽക്കരിച്ച സംഭവങ്ങളും കാര്യങ്ങളും നമുക്കറിയാം. 1600 സമയങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വരുന്നതും ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതും പിന്നീട് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ഇന്ത്യയിലോട്ടും അക്വിസിറ്റോറിയൽ സിസ്റ്റം കടന്നു വരുന്നത് എന്നിവിടെ കാണാൻ സാധിക്കും. അപ്പൊ എന്താ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം? അക്വിസിറ്റോറിയൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ജഡ്ജിമാര് പാസീവ് റോൾ അല്ലാതെ ആക്റ്റീവ് റോൾ ചെയ്യുന്ന സ്ഥലങ്ങൾ. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പാർട്ടീസ് പ്രസന്റ് ചെയ്യുന്ന തെളിവുകളും ആർഗ്യുമെന്റ്സും മാത്രമല്ല, ജഡ്ജ് ഡയറക്റ്റ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. തെറ്റോ ശരിയെന്നോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജഡ്ജ്മെന്റ് കൊടുക്കൂല. ജഡ്ജിന് തോന്നിയാൽ ജഡ്ജ് ഇറങ്ങിച്ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി സ്വമേധയാൽ ജഡ്ജിന് തോന്നണം ഇതിങ്ങനെയാണെന്ന്. ആ ഒരു ലീഗൽ സിസ്റ്റത്തിനെയാണ് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ജഡ്ജിന്റെ റോൾ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പാസീവ് ആയിരിക്കില്ല. ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിന്റെ അകത്ത് ആക്റ്റീവ് റോൾ ഓഫ് ദി ജഡ്ജ് ഉണ്ടാകും, ലിമിറ്റഡ് റോൾ ഓഫ് ദി പാർട്ടീസിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. അവർ കേസ് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജഡ്ജ് ആയിരിക്കും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പെർസെപ്ഷൻ ഓഫ് ദി ഇന്നസെൻസ് അവിടെ പറഞ്ഞതുപോലെ ഇവിടെയും ഉണ്ട്. സെർച്ച് ഫോർ ട്രൂത്ത്. ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ റോമൻ ലോയിൽ നിന്നൊക്കെയാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം നമുക്ക് റോമൻ ലോയിലേക്കാണ് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നിന്നും വന്നു കാത്തലിക് ചർച്ചാണ് ആദ്യമായിട്ട് ഇത്തരം സിസ്റ്റത്തിനെ കൂടുതലായിട്ട് എന്ത് ചെയ്തത്, ഫോളോ ചെയ്തിരുന്നത്. മിഡീവൽ പീരീഡിലാണ് ഈ ഒരു സിസ്റ്റം നമ്മുടെ ലോകത്ത് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്വിസിറ്റോറിയൽ സിസ്റ്റം ആൻഡ് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അകത്ത് നോക്കാനുള്ളത്. നത്തിങ് ബട്ട് അക്വിസിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജഡ്ജ് ന്യൂട്രൽ ആയിരിക്കും, ഒരു പാസീവ് റോള് മാത്രം ചെയ്യുന്ന സിസ്റ്റത്തെയാണ് അക്വിസിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇൻക്വിസിറ്റോറിയൽ? ജഡ്ജ് ആക്റ്റീവായിട്ട് റോള് ചെയ്യുകയും കേസിന്റെ അകത്ത് ഇറങ്ങിച്ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലോട്ട്, ജഡ്ജ്മെന്റിലോട്ട് എത്തുന്ന ഒരു മെത്തേഡ് ഓഫ് ലീഗൽ സിസ്റ്റത്തിനെയാണ് ഇൻക്വിസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.